ആനിമേഷൻ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം നേരത്തെ ഇയാൾ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? കാണുന്ന ലാഘവം വേറെയാണ്. പുള്ളി പോയി കഴിഞ്ഞപ്പോ പറയണത് പുള്ളിയുടെ കോംബോ പോയി, പുള്ളിയുടെ കണ്ടിട്ട് പോയി. ഈ ഒരു സാധനം ഇത് അതിന് ശേഷമാണ്. മനസ്സിലായി? അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് അവനിൽ നിന്ന് കിട്ടിയ നല്ല മുഹൂർത്തങ്ങളെ ഞാൻ പറയാൻ പാടില്ലെന്നുണ്ടോ? അവൻ പോകുമ്പോ നല്ല മുഹൂർത്തങ്ങൾ ഞാൻ പറയും, ചീത്ത മുഹൂർത്തങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതിനെന്താ തെറ്റ്? അത് പറഞ്ഞു ഇത് പറയാൻ പാടില്ല എന്നാണോ? തെറ്റില്ല. അത് പറഞ്ഞു ഇത് പറയാൻ പാടില്ല എന്നാണോ? അവകാശമുണ്ട് പറയാൻ. അത് മാത്രം അങ്ങനെ പറഞ്ഞൊരാളെ ഇങ്ങനെ കുറ്റം പറയാൻ. എനിക്ക് അവനിൽ നിന്ന് നല്ല ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്, നല്ല രസകരമായ മുഹൂർത്തം കിട്ടിയിട്ടുണ്ട്, നല്ല രസകരമായ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയും. മോശമായിട്ട് അനുഭവം മോശമായിട്ട് അനുഭവം പുള്ളിയുടെ എക്സ്പീരിയൻസ് നമ്മൾ നിസ്സാരവൽക്കരിക്കില്ല. പുള്ളിയുടെ ഭാഗം ഞാൻ പറയുന്നത് സിമ്പിൾ ആണ്. ഞാൻ പറയുന്നത് ആദിലെ നൂറേം ഫേസ് ചെയ്യണ ജഡ്ജ്മെന്റ് പുറത്തെ സൊസൈറ്റിയിൽ അത് തന്നെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നെവിനും അല്ലെങ്കിൽ ആരായാലും. ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊരിക്കലും വേറെ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഞങ്ങള് എന്താണ് പറഞ്ഞ അക്ബർ ആയാലും ഞാൻ ആര്യനായിട്ടുള്ള അപ്പാനായിട്ടല്ലേ ഞങ്ങള് കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ ടാസ്ക് കഴിഞ്ഞിട്ട് കൈ കൊടുക്കുകയും കിസ് ചെയ്യുക പോലെ ചെയ്യും. ഈ പറഞ്ഞ അതുകൊണ്ട് ഒന്നും ഈ പറഞ്ഞ നമ്മള് നിങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ് പ്രത്യേകിച്ച് നിങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ് അതിപ്പോ നേരത്തെ ആദ്യം വന്ന് സംസാരിച്ച് ജഡ്ജ് ചെയ്തിട്ട് സോറിയും പറഞ്ഞു. ഇതെനിക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയായിരുന്നു എന്റെ റിസർവേഷൻ. ആ ഒരു കാര്യം ഇത് തന്നെ നമ്മൾ ഒനീല് പിന്നെ പറഞ്ഞോട്ട് വരാം. ഒനീല് പറഞ്ഞത് നമ്മള് 2 ആണുങ്ങൾ കെട്ടിപ്പിടിച്ച് അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന എന്താന്നുള്ളൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രസീവ് ആയിട്ട് എല്ലാ റൈറ്റ് സെൻസിൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഇത് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ എന്താ പറയാ അങ്ങനെ ഒരു സംഗതി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞത് വന്നപ്പോ അങ്ങനെ കുറച്ച് ആൾക്കാര് അങ്ങനെ ഒന്നും കൂടെ ആ ഒരു ചിന്താഗതി സ്ട്രോങ് ആക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത് തൊര കൂടും ആൾക്കാർക്ക്. ഓക്കെ, ഇതാണല്ലോ ബിഗ് ബോസിൽ വന്നപ്പോ ഞങ്ങൾ കണ്ടത് അങ്ങനത്തെ ഒരു സംഗതി. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. വെരി സിമ്പിൾ. ഞാൻ 150,000% ഞാൻ ഉറപ്പാണ് ഇവിടെയുള്ള എല്ലാ ഇപ്പൊ ഞാനും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഹഗ് ചെയ്തതും സംസാരം എല്ലാം A to Z റെക്കോർഡറാണ് അല്ലേ? കാണട്ടെ, പ്രൂഫ് എന്താണെങ്കിലും ഇവൻ ലാലേട്ടൻ പറയുന്നത് നിങ്ങളുടെ ഓരോ ശ്വാസം പോലും അവര് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രവീൺ പറഞ്ഞ ആദിലോട് പറഞ്ഞു. പ്രവീൺ പറഞ്ഞ ആദിലോട് പറഞ്ഞു. പ്രവീൺ എന്നോട് പറഞ്ഞു. പ്രവീൺ പറഞ്ഞു. ആദില പറഞ്ഞു. അത് പ്രൂവ് ചെയ്യപ്പെടാതെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. നിങ്ങളും ഷാനവാസ് എല്ലാ രാത്രി ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് പിന്നെ പറഞ്ഞ സാധനമായിട്ടാണ് നീ ഇത് വരുന്നത്. അവൻ പറയുന്നത് നിന്റെ പുറത്ത് അലിഗേഷൻ ഇടുന്നത്, നീ അവന്റെ പുറത്ത് അലിഗേഷൻ. ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടല്ല ഈ കാര്യം പറഞ്ഞത്. ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ചെയ്തിട്ട് ഞാൻ പെർമിഷൻ കൺസെന്റ് എടുത്തിട്ടാണ് ഞാൻ ഈ. അപ്പൊ നിങ്ങൾ കൺസെന്റ് എടുത്ത് അവർ പറയണ ആദിലോട് ചോദിച്ചോ? ഇപ്പം പറയണ ആദിലോട് ചോദിക്ക്.